അടുത്ത ദിവസങ്ങളിൽ അനന്യയും ആര്യനും തമ്മിലുള്ള അടുപ്പം പതുക്കെ പതുക്കെ കൂടി വരികയായിരുന്നു. അതൊന്നും തുറന്നു കാണിക്കുന്ന രീതിയിലല്ലായിരുന്നു. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അത് വ്യക്തമായി കാണാമായിരുന്നു. ആര്യനിപ്പോൾ അവളോട് സംസാരിക്കുമ്പോൾ പഴയ പോലെ ശബ്ദമുയർത്താറില്ല. അവൾക്ക് ജോലി കൂടുതലുണ്ടെങ്കിൽ സഹായിക്കാൻ മറ്റുള്ളവരോട് പറയുകയും ചെയ്യും. അവൾ വൈകിയാൽ അന്വേഷിക്കുകയും ചെയ്യാറുണ്ട്. ഇതെല്ലാം ഓഫീസിലെ പലർക്കും ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല, പ്രത്യേകിച്ച് നന്ദിതയ്ക്ക്. നന്ദിത ആര്യന്റെ കോളേജ് സുഹൃത്തായിരുന്നു. ഇപ്പോൾ കമ്പനിയിലെ പ്രധാന ജോലികൾ നോക്കുന്ന ഒരാൾ കൂടിയാണ്. സുന്ദരിയും ആത്മവിശ്വാസമുള്ളവളുമായ നന്ദിത ആര്യനോട് വളരെ അടുത്ത് പെരുമാറാറുണ്ടായിരുന്നു. ഓഫീസിൽ പലർക്കും അവർ തമ്മിൽ വിവാഹം കഴിക്കുമെന്നായിരുന്നു ധാരണ. പക്ഷേ ആര്യൻ ഒരിക്കലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവൻ സാധാരണ എല്ലാവരിൽ നിന്നും അകലം പാലിക്കുന്ന ആളായിരുന്നു. പക്ഷേ അനന്യ വന്നതിന് ശേഷം അവനിൽ വന്ന മാറ്റം നന്ദിത വ്യക്തമായി ശ്രദ്ധിച്ചിരുന്നു. ആ ദിവസം രാവിലെ അനന്യ തന്റെ മേശയ്ക്കരികിലെ ഫയലുകൾ ഒതുക്കി വയ്ക്കുകയായിരുന്നു. അപ്പോൾ നന്ദിത അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. "നീ അനന്യയല്ലേ?" "അതെ മാം." "ഞാൻ നന്ദിത." അവൾ ചെറുതായി ചിരിച്ചു. പക്ഷേ ആ ചിരിയിൽ എന്തോ കൃത്രിമത്വം അനന്യയ്ക്ക് തോന്നി. "ആര്യനിപ്പോൾ നിന്നെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത്." അനന്യ അത്ഭുതപ്പെട്ടു. "സാർ അങ്ങനെ പറഞ്ഞോ?" അത് വളരെ അപൂർവമാണ്." അനന്യ ചെറുതായി ചിരിച്ചു. "ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നതാണ്." നന്ദിത കുറച്ചു നേരം അവളെ നോക്കി നിന്നു. പിന്നീട് പതുക്കെ പറഞ്ഞു, "ഒരു കാര്യം ഓർക്കണം, ആര്യനോട് അധികം അടുക്കാൻ ശ്രമിക്കരുത്." അനന്യയുടെ മുഖം മാറി. "എന്താണ് ഉദ്ദേശിച്ചത്?" "അവൻ പുറത്തുനിന്ന് കാണുന്നത് പോലുള്ള ആളല്ല." അതും പറഞ്ഞ് നന്ദിത അവിടെ നിന്ന് നടന്നു. അനന്യയ്ക്ക് മനസ്സിൽ ചെറിയൊരു അസ്വസ്ഥത തോന്നി. ഉച്ചയ്ക്ക് ശേഷം ആര്യൻ അനന്യയെ ക്യാബിനിലേക്ക് വിളിച്ചു. "ഈ ഫയലുകൾ നന്ദിതയ്ക്ക് കൊടുക്കണം." "ശരി സാർ." അവൾ ഫയലുകൾ എടുത്ത് നന്ദിതയുടെ മുറിയിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ നന്ദിത ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അനന്യ പുറത്തു നിൽക്കുമ്പോൾ അകത്തു നിന്നുള്ള സംഭാഷണം അവൾക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. "ഇല്ല, ആര്യൻ ഒരിക്കലും പെട്ടെന്ന് ആരെയും വിശ്വസിക്കില്ല." കുറച്ചു നിമിഷം കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു. "പക്ഷേ ആ അനന്യ വന്നതിന് ശേഷം അവൻ മാറുന്നുണ്ട്." അനന്യ നിശബ്ദമായി നിന്നു. "അതെ, അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്." ആ വാക്കുകൾ കേട്ടപ്പോൾ അനന്യയ്ക്ക് എന്തോ മനസ്സിലായി. അവൾ പതുക്കെ വാതിലിൽ മുട്ടി. നന്ദിത ഉടൻ മുഖഭാവം മാറ്റി. "അകത്തേക്ക് വരൂ." അനന്യ ഫയലുകൾ ടേബിളിൽ വെച്ച് പുറത്തേക്ക് നടന്നു. പക്ഷേ അവളുടെ മനസ്സിൽ എന്തോ ഭാരം നിറഞ്ഞിരുന്നു. വൈകുന്നേരം ഓഫീസിൽ എല്ലാവരും പോയതിനു ശേഷം അനന്യ റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു. ആര്യൻ ഇപ്പോഴും തന്റെ മുറിയിലുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവൻ പുറത്തേക്ക് വന്നു. "ഇനിയും തീർന്നില്ലേ?" "കുറച്ചുകൂടി ഉണ്ട് സർ." ആര്യൻ അവളുടെ മേശയ്ക്കരികിൽ നിന്നു. "നീ ഇന്നെന്തോ വിഷമത്തിലാണെന്ന് തോന്നുന്നു." അനന്യ ഉടൻ തലകുനിച്ചു. "ഒന്നുമില്ല സർ."
നിനക്ക് കള്ളം പറയാൻ അറിയില്ല. അവൾ ചെറുതായൊന്ന് ചിരിച്ചു. പക്ഷേ അടുത്ത നിമിഷം അവളുടെ മുഖം വീണ്ടും ഗൗരവമായി. സാർ, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. നന്ദിത മാം നിങ്ങളോട് വളരെ അടുത്ത ആളല്ലേ? ആര്യൻ അവളെ ഒന്ന് നോക്കി. അതെ, കോളേജ് മുതൽ അറിയാം. ഓ. അവൾ കൂടുതലൊന്നും ചോദിച്ചില്ല. പക്ഷേ അവളുടെ മുഖത്ത് വന്ന ചെറിയ മാറ്റം ആര്യൻ ശ്രദ്ധിച്ചു. എന്താ അങ്ങനെ ചോദിച്ചത്? അങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, എന്തോ കാര്യമുണ്ട്. അയാളെ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നീട് പതുക്കെ പറഞ്ഞു, ഓഫീസിൽ എല്ലാവരും നിങ്ങളെക്കുറിച്ച് പലതും പറയുന്നുണ്ട്. എന്താ പറയുന്നേ? നിങ്ങളും നന്ദിത മാമും. അവൾ വാക്ക് പൂർണ്ണമാക്കിയില്ല. ആര്യന് ഉടൻ കാര്യം മനസ്സിലായി. അവൻ ചെറുതായി ഒന്ന് ചിരിച്ചു. നീയും അത് വിശ്വസിച്ചോ? ഞാൻ അറിയില്ല. നന്ദിത എൻ്റെ സുഹൃത്ത് മാത്രമാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ അനന്യയുടെ മനസ്സിൽ എന്തോ ഒരാശ്വാസം നിറഞ്ഞു. പക്ഷേ ആ ആശ്വാസത്തിന്റെ കാരണം അവൾക്ക് തന്നെ മനസ്സിലായില്ല. ആര്യൻ അവളുടെ മുഖത്തോട്ടൊന്ന് നോക്കി. അത് കേട്ട് നിനക്ക് വിഷമായോ? ആ ചോദ്യം കേട്ടപ്പോൾ അനന്യ ഒന്ന് പതറി. അല്ല സാർ, ഞാൻ വെറുതെ ചോദിച്ചതാണ്. ആര്യനൊന്നും പറഞ്ഞില്ല. പക്ഷേ അവളുടെ കണ്ണുകളിൽ വന്ന മാറ്റം അവൻ വ്യക്തമായി കണ്ടിരുന്നു. അടുത്ത ദിവസം കമ്പനിയിൽ ഒരു വലിയ ആഘോഷം ഉണ്ടായിരുന്നു. എല്ലാ ജീവനക്കാരും പങ്കെടുക്കേണ്ട പരിപാടി. അനന്യ അന്ന് ഇളം നീല നിറത്തിലുള്ള ഒരു സൽവാർ ആയിരുന്നു ധരിച്ചത്. അവൾ ഹാളിലേക്ക് കയറുമ്പോൾ പലരും അവളെ തന്നെ നോക്കി നിന്നു. വളരെ സാധാരണ വേഷമായിരുന്നെങ്കിലും അവൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ആര്യൻ അന്ന് ചില അതിഥികളോട് സംസാരിക്കുകയായിരുന്നു. പക്ഷേ അനന്യ അകത്തേക്ക് വന്ന നിമിഷം അവന്റെ കണ്ണുകൾ അവളിൽ നിൽക്കുകയായിരുന്നു. അവൾ ചിരിക്കുമ്പോൾ അവളുടെ മുഖം കൂടുതൽ മനോഹരമായി തോന്നി. അവൻ അറിയാതെ അവളെ തന്നെ നോക്കി നിന്നുപോയി. അത് നന്ദിത ശ്രദ്ധിച്ചു. അവളുടെ മുഖം ഉടൻ മാറി. പരിപാടി നടക്കുന്നതിനിടെ ഒരാൾ അനന്യയുടെ അടുത്തേക്ക് നടന്നു വന്നു. ഹലോ, ഞാൻ രാഹുൽ. അവൻ കമ്പനിയിലെ പുതിയ ആർക്കിടെക്റ്റ് ആയിരുന്നു. ഹലോ, അനന്യ വിനയത്തോടെ പറഞ്ഞു. നിങ്ങളിവിടെ പുതിയ ആളാണോ? അതെ. നിങ്ങളെ കണ്ടപ്പോൾ സംസാരിക്കണമെന്ന് തോന്നി. അനന്യ ചെറിയൊരു അസ്വസ്ഥതയോടെ ചിരിച്ചു. അതേസമയം ദൂരത്ത് നിന്നിരുന്ന ആര്യൻ അത് കണ്ടു. രാഹുൽ അനന്യയോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത നിറഞ്ഞു. അവന് തന്നെ അതിൻ്റെ കാരണം മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞ് അവൻ നേരെ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. അനന്യ. അവൾ തിരിഞ്ഞു നോക്കി. സർ, ആ ഫയൽ തയ്യാറായോ? ഇപ്പോൾ കൊണ്ടുവരാം സർ. ഇപ്പോ തന്നെ വേണം. ആര്യന്റെ ശബ്ദം വീണ്ടും പഴയ പോലെ കടുപ്പമായി. അനന്യ ഉടൻ അവിടെ നിന്ന് നടന്നു. രാഹുൽ അത്ഭുതത്തോടെ നിന്നു. ആര്യൻ അവനെ ഒന്ന് നോക്കി. പരിപാടി ആസ്വദിക്ക്. ആ വാക്കുകളിൽ വ്യക്തമായ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. രാത്രി പരിപാടി കഴിഞ്ഞ ശേഷം അനന്യ ഫയലെടുത്ത്
ആര്യൻ്റെ മുറിയിലേക്ക് ചെന്നു. സാർ, ഫയൽ. ആര്യൻ അത് വാങ്ങി. പക്ഷേ അവൻ്റെ മുഖം ഇപ്പോഴും ഗൗരവത്തിലായിരുന്നു. ആ രാഹുലിനെ മുമ്പ് അറിയാമോ? അനന്യ അവനെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇല്ല. അപ്പോൾ എന്തിനായിരുന്നു ഇത്ര നേരം സംസാരിച്ചത്? അവൾക്കുടൻ ദേഷ്യം വന്നു. അദ്ദേഹം സംസാരിക്കാൻ വന്നതാണ്, ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. ആര്യൻ മിണ്ടാ നിന്നു. കാരണം അവൾ പറഞ്ഞത് ശരിയായിരുന്നു. കുറച്ച് നിമിഷം കഴിഞ്ഞ് അവൻ ശാന്തമായി പറഞ്ഞു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അനന്യ ഒന്നും തന്നെ പറഞ്ഞില്ല. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു കരുതലുണ്ട്. ആ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. ആദ്യമായിട്ടായിരുന്നു ആര്യൻ അവളോട് തൻ്റെ മനസ്സിലുള്ളത് ഇത്ര തുറന്നു പറയുന്നത്. അവൾ പതുക്കെ അവനെ ഒന്ന് നോക്കി. ആര്യൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ ദേഷ്യമില്ലായിരുന്നു. അവിടെ നിറഞ്ഞിരുന്നത് അവൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക കരുതലായിരുന്നു. ഈ സ്റ്റോറിയുടെ അടുത്ത പാർട്ട് നാളെ ഇടുന്നതായിരിക്കും. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. എന്നാലേ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതുപോലെയുള്ള സ്റ്റോറീസ് ഇനിയും നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്